Okay, welcome to the session or next session of the differential equation. ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എക്സാക്റ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസിനെ കുറിച്ചാണ്. എക്സാക്റ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ഡിഫറൻഷ്യൽ ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് പറയുകയും ആ ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാനുള്ള മെത്തേഡ്സാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. സെപ്പറബിൾ ഫോം പറഞ്ഞു. സെപ്പറബിൾ ഫോം അല്ലാത്ത കേസിൽ നമ്മൾ എന്ത് ചെയ്തു സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിലൂടെ സെപ്പറബിൾ ഫോമിലേക്ക് കൊണ്ടുവന്നു. ചില കേസിൽ അല്ലാത്തൊരു കേസിൽ ഹോമോജീനിയസ് കേസിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു സെപ്പറബിൾ ഫോമിലേക്ക് കൊണ്ടുവരുന്ന രീതികൾ പറഞ്ഞു. ഇവിടെ നമുക്കൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആ ഡിഫറൻഷ്യൽ ഇക്വേഷനെ നമ്മൾ എന്ത് ചെയ്യുന്നു അതിൻ്റെ ഒരു പ്രത്യേകമായ ഫംഗ്ഷനിൽ നിന്ന് അല്ലെങ്കിൽ സൊല്യൂഷനിൽ നിന്ന് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ വിത്തൗട്ട് യൂസിങ് മൾട്ടിപ്ലിക്കേഷൻ ഓർ എലിമിനേഷൻ ഒന്നും ഉപയോഗിക്കാതെ തന്നെ മൾട്ടിപ്ലിക്കേഷനോ എലിമിനേഷനോ ഒന്നും ഉപയോഗിക്കാതെ തന്നെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ജനറേറ്റ് ചെയ്യാൻ പറ്റും ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ ആ ടൈപ്പ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് എക്സാക്റ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഈ എക്സാക്റ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഫോം എന്ന് പറഞ്ഞാൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൻ്റെ ഫോം എം ഓഫ് എക്സ് വൈ, എം എന്ന് പറഞ്ഞാൽ എക്സിലും വൈയിലുള്ള ഫംഗ്ഷനാണ്, എം ഓഫ് എക്സ് വൈ ഡി എക്സ് പ്ലസ് എൻ ഓഫ് എക്സ് വൈ. എൻ എന്ന് പറയുന്നത് നേരത്തെ എം പറഞ്ഞ പോലെ തന്നെ എക്സിലും വൈയിലുള്ളൊരു ഫംഗ്ഷൻ ഡി വൈ ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ. ഈ ടൈപ്പ് ഇക്വേഷൻസാണ് എക്സാക്റ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ എം ആൻഡ് വൈ എം ആൻഡ് എൻ ആർ ദി ഫങ്ഷൻസ് ഇൻ എക്സ് ആൻഡ് വൈ, എക്സിലും വൈയിലുള്ള ഒരു ഫംഗ്ഷനാണ്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എക്സാക്റ്റ് ആവുകയാണെങ്കിൽ ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ അവിടെ ഒരു ഫംഗ്ഷൻ യു ഓഫ് എക്സ് വൈ എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യും. ആ യു എക്സ് വൈ എന്ന് പറയുന്ന ഫംഗ്ഷന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് ലഭ്യമാവും, ഡി യു ഈസ് ഇക്വൽ ടു എം ഓഫ് എക്സ് വൈ ഡി എക്സ് പ്ലസ് എൻ ഓഫ് എക്സ് വൈ ഡി വൈ ആയിരിക്കും എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ അതിൽ യു സൊല്യൂഷനായി വരുന്ന ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിരിക്കും ആരെ ഈ വരുന്ന ഇക്വേഷൻ 2. ഓക്കെ, ഈ കേസിലേക്ക് നമുക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, ഇതിനകത്ത് വരുന്ന എക്സാക്റ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താണെന്ന് മാത്തമാറ്റിക്കലി ഡെറിവേറ്റീവ് പാർഷ്യൽ ഡെറിവേറ്റീവ് കോൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ പറയാം നമുക്ക് നോക്കാം. അതോടുകൂടെ തന്നെ ആ ടൈപ്പ് എക്സാക്റ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എത്തിക്കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് അതിനെ സൊല്യൂഷനിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനു മുമ്പായിട്ട് നമ്മൾ ഈ പറഞ്ഞ കോൺസെപ്റ്റിനെ ഒന്ന് ഇത് ഇല്ലസ്ട്രേറ്റ് ചെയ്യുന്ന ഒരു എക്സാമ്പിളിലേക്ക് നമുക്ക് പോകാം. ആ എക്സാമ്പിളിനകത്ത് നമ്മൾ പറയുന്നൊരു കാര്യം ഇതാണ്, ഫൈൻഡ് എക്സാക്റ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഫൈൻഡ് എക്സാക്റ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ, എക്സാക്റ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഫൈൻഡ് എക്സാക്റ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ that has x square plus y square, that has x square plus y square is equal to c, x square plus y square equal to c as a general solution. Okay, as a general solution. Okay, ഇവിടെ പ്രത്യേകിച്ചൊന്നും നമുക്ക് ചെയ്യാനില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ കയ്യിൽ എന്തുണ്ട്, ഒരു ജനറൽ സൊല്യൂഷൻ നമ്മളെ കയ്യിൽ തന്നിട്ടുണ്ട്, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു സി, വെർ സി ഈസ് എ കോൺസ്റ്റൻറ്റ്, ആർബിട്രറി കോൺസ്റ്റൻ്റ് ആണ് സി എന്ന് പറയുന്നത്. ഇയാൾ എന്ത് ചെയ്യും, നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യും. വി ഡിഫറൻഷ്യേറ്റ് ബോത്ത് സൈഡ്സ്. ഓക്കെ, ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലഭ്യമാവുന്ന വാല്യൂ 2x, ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ, ആൻഡ് ഡെറിവേറ്റീവ് ഓഫ് വൈ സ്ക്വയർ ദാറ്റ് ഈസ് 2y dy ബൈ dx ഇസ് ഈക്വൽ ടു ഡെറിവേറ്റീവ് ഓഫ് എ കോൺസ്റ്റൻറ്റ്. ഈവൻ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറയുന്നത് സി ആർബിട്രറി കോൺസ്റ്റൻ്റ് ആണ്, വേരിയബിൾ പോലെ ആക്റ്റീവ് എങ്കിലും ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമ്മളതിനെ കോൺസ്റ്റൻ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. സോ ഡെറിവേറ്റീവ് ഓഫ് കോൺസ്റ്റൻറ്റ് 0 ആണ്. സോ നമുക്കിവിടെ അതിനകത്തുനിന്ന് പറയാൻ പറ്റും 2 ഇൻറ്റു ആരാ വരുന്നത് എക്സ് പ്ലസ് വൈ ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പറയാൻ പറ്റും ആ 2നെ നമുക്ക് എന്ത് ചെയ്യാം, സോറി ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ 2നെ നമുക്ക് ഇവിടുന്ന് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയിട്ട് റിമൂവ് ചെയ്ത് കളയാം. ബാലൻസ് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഡി എക്സിനെ പിടിച്ച് നമുക്ക് ഈ എക്സുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഇക്വേഷൻ എങ്ങനെ മാറ്റി എഴുതാൻ പറ്റും, ദിസ് ഇംപ്ലൈസ് എങ്ങനെ പറയാൻ പറ്റും, എക്സ് ഡി എക്സ് പ്ലസ് വൈ ഡി വൈ ഈക്വൽ ടു 0. അപ്പോൾ ഒറിജിനലി ഈ തന്ന ഈ ഫംഗ്ഷൻ നമ്മളെടുത്ത ഈ ഫംഗ്ഷൻ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു സി ജനറൽ സൊല്യൂഷനായി വരുന്ന
ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനാണ് ഏത് നമ്മളിപ്പോൾ ഏറ്റവും അവസാനമായിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യുക ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ എമ്മിൻ്റെ വാല്യൂ ആയിട്ട് ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്ന ആരാ എക്സ് ഡി എക്സ്. സോ എമ്മിൻ്റെ വാല്യൂ എക്സ് ആണ് ആൻഡ് ദിസ് ഈസ് വൈ ഡി വൈ, എന്നിൻ്റെ വാല്യൂ ആരാ വരുന്നത് വൈ വരുന്നു. സോ ഇത് എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ ഫോർമാറ്റിൽ വരുന്ന ഇക്വേഷനാണ്. മാത്രമല്ല അയാളുടെ സൊല്യൂഷൻ ആരാ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു സി എന്ന അതിനകത്തു നിന്നാണ് നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ജനറേറ്റ് ചെയ്ത്. സോ വി ക്യാൻ സേ ദാറ്റ് ദിസ് ഈസ് എക്സാക്റ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇയാൾ നമ്മൾ പറഞ്ഞതനുസരിച്ച് എക്സാക്റ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, നൗ വി ജസ്റ്റ് മൂവ് ടു നമ്മളതിലേക്ക് പോകുന്നത് ഈ എക്സാക്റ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷനെ എങ്ങനെ സോൾവ് ചെയ്യുന്നുള്ള. സോ വി ക്യാൻ മൂവ് ടു just a minute, we can move to solution of exact differential equation. Solution of exact differential equation. Exact differential equationൻ്റെ സൊല്യൂഷനിലേക്ക് പോകാം. നമുക്ക് എങ്ങനെ സൊല്യൂഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നുള്ള നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഫോം എന്തായിരിക്കും? എം ഓഫ് എക്സ് വൈ ഡി എക്സ് പ്ലസ് എൻ ഓഫ് എക്സ് വൈ ഡി വൈ ഈക്വൽ ടു 0 എന്ന് പറയുന്നതാണ് നമ്മുടെ എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഫോം. ആ എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഫോം നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ പറയുന്നത് യു ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ അവിടെ എക്സിസ്റ്റ് ചെയ്യും. ആ യു ഓഫ് എക്സ് വൈ ഇതിൻ്റെ സൊല്യൂഷനായി വരുന്ന രീതിയിൽ നമ്മൾ പറയുന്നത് എന്താ ഡി യു ഇസ് ഈക്വൽ ടു ആരാ വരുന്നത് എം ഓഫ് എക്സ് വൈ ഡി എക്സ് പ്ലസ് എൻ ഓഫ് എക്സ് വൈ ഡി വൈ ഈക്വൽ ടു 0 വേണ്ട, എൻ ഓഫ് എക്സ് വൈ ഡി വൈ ആവുന്ന രീതിയിൽ നമുക്ക് റീറൈറ്റ് ചെയ്യാമെന്ന് പറയാം. ദിസ് ഇസ് ഇക്വേഷൻ 2. ഓക്കെ, ഇനി നമുക്കറിയാം ഈ ഡി യു എന്ന് പറയുന്നത് യു ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ്. ബൈ യൂസിങ് ദ കോൺസെപ്റ്റ് ഓഫ് ദി ടോട്ടൽ ഡെറിവേറ്റീവ്. ടോട്ടൽ ഡെറിവേറ്റീവിൻ്റെ കോൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ആ ഡി യുവിനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും അല്ലേ? ഡി യുവിന് നമ്മുടെ കയ്യിൽ ഫോർമുലയുണ്ട്. ഡിയുടെ ഫോർമുല എന്താ? ഡോ യു ഡിവൈഡഡ് ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് plus dou u divided by dou y into dy. Okay, this is the formula for du. See, ഈ ഇക്വേഷൻ 2ഉം 3ഉം നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായി du. Okay, here m dx. Okay, here this is m dx. So instead of n, m ന് പകരം ഇവിടെ വരുന്ന ആരാ dou u by dou x. Okay, ഇവിടെ ആരാ n of x y into dy ഉണ്ട് ഇവിടെ. അപ്പോൾ ആരാ വരുന്നത് എൻ ഡി വൈ, എന്നിന് പകരം ഇവിടെ വരുന്ന ആരാ ഡോ യു ബൈ ഡോ വൈ. സോ വളരെ അണ്ടർസ്റ്റുഡ് ആണ്. ബൈ കമ്പയറിങ് ഇക്വേഷൻ 2 and 3, ഇക്വേഷൻ 2ഉം 3ഉം കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഇവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ കോൺസെപ്റ്റ് ഓഫ് ടോട്ടൽ ഡെറിവേറ്റീവും എക്സാക്ട് ഇക്വേഷൻ്റെ കോൺസെപ്റ്റും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ എം ഓഫ് എക്സ് വൈ, എമ്മിൻ്റെ വാല്യൂ ഇൻസ്റ്റെഡ് ഓഫ് എം ഓഫ് എക്സ് വൈ ഹിയർ ഓൺ വാർഡ്സ് ഐ വിൽ ജസ്റ്റ് റീഡ് ഫോർ ദ കൺവീനിയൻസ് എം അല്ലേ. എം ഓഫ് എക്സ് വൈ എൻ ഓഫ് എക്സ് വൈ എന്ന് പറയുന്നതിന് പകരം ഇവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ എം എൻ എന്ന് പറഞ്ഞിട്ടായിരിക്കും മുന്നോട്ട് പോകുന്നത്. എം എൻ എന്ന് പറഞ്ഞാൽ ഇസ് ബോത്ത് ആർ ദി ഫംഗ്ഷൻസ് ഇൻ എക്സ് ആൻഡ് വൈ എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോവുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പറയാൻ പറ്റും എം ഈക്വൽ ടു ഡോ യു ബൈ ഡോ എക്സ് ആൻഡ് എൻ ഇസ് ഈക്വൽ ടു ഡോ യു ബൈ ഡോ വൈ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പറയാൻ സാധിക്കും ദിസ് ഈസ് സോ എം ഇസ് ഈക്വൽ ടു എം ഇസ് ഈക്വൽ ടു ഡോ യു ബൈ dou x, m is equal to dou u by dou x, dou u divided by dou x and n is equal to dou u divided by dou y. Okay, അപ്പോൾ നമുക്ക് ഇതിനകത്ത് എം ഇസ് ഈക്വൽ ടു ഡോ യു ബൈ ഡോ എക്സ്, എൻ ഇസ് ഈക്വൽ ടു ഡോ യു ഡിവൈഡഡ് ബൈ ഡോ വൈ എന്ന് പറയാം. സി അടുത്തതിലേക്ക് ഞാൻ എന്ത് ചെയ്തു? ഡോ എം ഡിവൈഡഡ് ബൈ ഡോ വൈ ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു. ഡോ എം ഡിവൈഡഡ് ബൈ ഡോ വൈ ചെയ്താൽ എന്താ കിട്ടുന്നത്? ദിസ് ഇസ് ഈക്വൽ ടു ഡോ സ്ക്വയർ യു ഡിവൈഡഡ് ബൈ ഡോ എക്സ് ഡോ വൈ ആയിരിക്കും അല്ലേ? നമ്മളെന്ത് ചെയ്യും? ഡോ ബൈ ഡോ വൈ ഓഫ് ഡോ യു ബൈ ഡോ എക്സ് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് ഡോ വൈ ഓർ ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ ഡോ എക്സ് എന്നുള്ള രീതിയിൽ നമുക്ക് കൊണ്ടുവരാം. നൗ ഡോ എൻ ഡിവൈഡഡ് ബൈ ഡോ എക്സ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? This is equal to same as dou square u divided by dou x dou y or dou y dou x. Okay, in both cases no problem. In case of us we can say that this is dou m divided by dou y is equal to dou n
ഡിവൈഡഡ് ബൈ ഡോ എക്സ് ആണ് നമുക്ക് പറയാം. സോ എം എന്ന് പറയുന്നത് ഡോ യു ബൈ ഡോ എക്സ് ആണ്, എൻ എന്ന് പറയുന്നത് ഡോ യു ബൈ ഡോ വൈ ആണ്. സോ ഇവിടെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു എന്താണ് കണ്ടിന്യൂസ് ഫംഗ്ഷൻസിൻ്റെ കേസിൽ എന്താണ് ഈ രണ്ട് ഭാഗങ്ങളും ഈക്വൽ ആയിരിക്കും. സോ ഡോ എം ബൈ ഡോ വൈ ഈസ് ഈക്വൽ ടു ഡോ എൻ ബൈ ഡോ എക്സ് ആയിരിക്കും. സോ ദാറ്റ് നമുക്ക് പറയാൻ പറ്റും ദിസ് ഈസ് ദ നെസസറി ആൻഡ് സഫിഷ്യൻറ്റ് കണ്ടീഷൻ ടു ദ ഗിവൺ ഇക്വേഷൻ ഈസ് എക്സാക്റ്റ്. തന്നിരിക്കുന്ന ഇക്വേഷൻ എക്സാക്റ്റ് ആവാനുള്ള നെസസറി ആൻഡ് സഫിഷ്യൻറ്റ് കണ്ടീഷനാണ് ആരെ ഡോ എം ബൈ ഡോ വൈ ഈസ് ഈക്വൽ ടു ഡോ എൻ ബൈ ഡോ എക്സ് ആവുന്നത്. അതായത് എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ ഈക്വൽ ടു 0 എന്ന ഫോമിൽ തരുന്ന ഏതൊരു ഡിഫറൻഷ്യൽ ഇക്വേഷനും എക്സാക്റ്റ് ആണോ എന്നാണ് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുന്നത്. അവിടെ നമ്മൾ ചെക്ക് ചെയ്യുന്നത് എമ്മിലുള്ള ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു വൈയിൽ പാർഷ്യലി ഡിഫറൻഷ്യേറ്റ് ചെയ്യും. വിത്ത് റെസ്പെക്ട് ടു വൈയിൽ പാർഷ്യലി ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കിട്ടിയ വാല്യൂവും ഇവിടെ നിങ്ങൾക്ക് ലഭ്യമാവുന്ന എൻ എന്ന് പറയുന്ന ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ പാർഷ്യലി ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂസും സെയിം ആണെങ്കിൽ യുവർ ഗിവൺ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് എക്സാക്റ്റ്. തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ എക്സാക്റ്റ് ആണെന്ന് നമുക്ക് പറയാം. ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, സപ്പോസ് ഈ എക്സാക്റ്റ് ആണെങ്കിൽ എന്തായിരിക്കും സൊല്യൂഷൻ? അങ്ങനെയാകുമ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത നേരത്തെ എന്തായിരുന്നു സൊല്യൂഷൻ ആയിരുന്നു. ദ സൊല്യൂഷൻ വിൽ ബി അല്ലേ, സൊല്യൂഷൻ എന്തായിരിക്കും? ദ സൊല്യൂഷൻ വിൽ ബി ഇൻറ്റഗ്രൽ എം എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മൾ അതിലുണ്ട്, എം ഓഫ് എക്സ് വൈ എം ടി എക്സ് പ്ലസ് ഇൻറ്റഗ്രൽ ഓഫ് ടേംസ് ഇൻ എൻ നോട്ട് ഇൻവോൾവിങ് എക്സ്, terms in capital N, that is n of x y, not involving x, x ഉൾപ്പെടാത്ത എന്നിനകത്തുള്ള ടേമുകളാണ് ഇൻറ്റു ഡി വൈ ഈക്വൽ ടു സി. അപ്പോൾ നമ്മൾ സൊല്യൂഷൻ കണ്ടെത്താനുള്ള ഒരു ജസ്റ്റ് ഒരു ഈസി ആയിട്ടുള്ളൊരു മെത്തേഡ് മാത്രമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സൊല്യൂഷൻ കണ്ടെത്താനുള്ള ഈ മെത്തേഡിൽ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇക്വേഷൻ എക്സാക്റ്റ് ആണെങ്കിൽ സൊല്യൂഷൻ കണ്ടെത്താനുള്ള വളരെ ഷോർട്ടനായുള്ള ഒരു ഫോർമുലയാണ് ഇൻറ്റഗ്രൽ എം ഡി എക്സ്. ഓൾറെഡി നമ്മളെ കയ്യിൽ ഗിവൺ ആണ്. ആൻഡ് ദ എൻ എന്ന് പറയുന്നത് നിങ്ങളുടെ എൻ ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന ഫംഗ്ഷനെ കണ്ടെത്തുക. ആ എൻ ഓഫ് എക്സ് വൈക്കകത്ത് എക്സ് ഉള്ള ടേംസും എക്സ് ഇല്ലാത്ത ടേംസും ഉണ്ടാവും. ദ ടേംസ് ഇൻ എൻ നോട്ട് ഇൻവോൾവിങ് എക്സ്, അതിനകത്ത് എക്സ് ഇല്ലാത്ത ടേംസിനെ മാത്രം എടുത്തിട്ട് വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യും. ആൻഡ് വി ഇക്വേറ്റ് ദാറ്റ് വിത്ത് എ സി. ദിസ് ഈസ് ആക്ച്വലി ദ സൊല്യൂഷൻ ഓഫ് എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് അതായിരിക്കും. നമുക്കൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. വി ക്യാൻ മൂവ് ടു എ ക്വസ്റ്റ്യൻ. ഓക്കെ, ക്വസ്റ്റ്യനകത്ത് നമ്മൾ പറയുന്നത് ഷോ ദാറ്റ് the equation 1 plus 4xy plus 2y square plus 2y square, just a minute, plus 2y square dx plus 1 plus 4xy plus 2x square dy equal to 0. 2x square dy equal to 0. This is our given question. We can put this as equation number 1. അല്ലേ, നമ്മൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. അയാൾ ഞാൻ എന്ത് ചെയ്തു, ഇക്വേഷൻ 1 എന്ന് പുട്ട് ചെയ്തു. നിങ്ങൾ നോക്കി നോക്കൂ, ഇതിനൊന്ന് ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഡി എക്സിൻ്റെ കൂടെ വരുന്ന കക്ഷി ഇയാളാണ് ആര്, എം ഓഫ് എക്സ് വൈ. ഡി വൈയുടെ കൂടെ വരുന്ന കക്ഷി അല്ലേ, ഇയാളാണ് ആര്, എൻ ഓഫ് എക്സ് വൈ. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിൽ എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ ഫോർമാറ്റിലുള്ള ഇക്വേഷനാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, എക്സാക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. എക്സാക്റ്റ് ആണോ ചെക്ക് ചെയ്യണം, നമ്മൾ എന്ത് ചെയ്യണം, ഡോ എം ബൈ ഡോ വൈ കാൽക്കുലേറ്റ് ചെയ്യണം, ഡോ എൻ ബൈ ഡോ എക്സ് കാൽക്കുലേറ്റ് ചെയ്യണം. ഡോ എം ബൈ ഡോ വൈയുടെ വാല്യൂ ഡോ എൻ ബൈ ഡോ എക്സിൻ്റെ വാല്യൂ ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യണം. അത് രണ്ടും ഈക്വൽ ആണെങ്കിൽ നമുക്ക് എങ്ങോട്ട് പോവാം, സൊല്യൂഷൻ കാണുന്ന മെത്തേഡിലേക്ക് പോവാം. സോ വി ക്യാൻ ജസ്റ്റ് റൈറ്റ് എം ഇസ് ഈക്വൽ ടു we can just write m is equal to
just a minute. Okay, m is equal to, we can just write m is equal to ഏതാ m ൻ്റെ വാല്യൂ വരുന്നത് നോക്കി നോക്കൂ 1 plus 4xy plus 2y square 1 plus 4xy plus 2y square n is equal to n ൻ്റെ വാല്യൂ നമുക്ക് ഗിവൺ ആണ് n is equal to 1 plus 4xy plus 2x square 1 plus 4xy plus 2x square. Okay, m ൻ്റെ വാല്യൂ ഉണ്ട് n ൻ്റെ വാല്യൂ ഉണ്ട് നമ്മൾ എക്സാക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എക്സാക്റ്റ് ആണോ ചെക്ക് ചെയ്യാൻ ഡോ എം ബൈ ഡോ വൈ കാൽക്കുലേറ്റ് ചെയ്യണം ഡോ എൻ ബൈ ഡോ എക്സ് കാൽക്കുലേറ്റ് ചെയ്യണം സോ വി വിൽ ചെക്ക് ഡോ എം ബൈ ഡോ വൈ പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 1ൻ്റെ പാർട്ട് 0 ആയിപ്പോയി 4x ഇൻറ്റു വൈ ആരായി മാറും വിത്ത് റെസ്പെക്ട് ടു വൈയിലായതുകൊണ്ട് 4x ആവും 2y സ്ക്വയർ ആരായി മാറും 2 ഇൻറ്റു 2 4y ഓക്കെ 4x plus 4y ആയി കളി നൗ നെക്സ്റ്റ് ഈസ് ഡോ എൻ ബൈ ഡോ എക്സ് കാൽക്കുലേറ്റ് ചെയ്യണം നമ്മൾ ഡോ എൻ ബൈ ഡോ എക്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും ദിസ് ഈസ് ഈക്വൽ ടു ഡെറിവേറ്റീവ് ഓഫ് 1 0 ആയിരിക്കും ഡെറിവേറ്റീവ് ഓഫ് 4xy വിത്ത് റെസ്പെക്ട് ടു എക്സിലാണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് സോ എക്സ് പോയിട്ട് ആരായി മാറും 4y ആൻഡ് പ്ലസ് 2x സ്ക്വയർ ഈസ് ഹിയർ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ചെയ്യുന്ന സമയത്ത് 2 ഇൻറ്റു 2 4x ഈസ് ഹിയർ സോ ഇവിടെ നമുക്ക് വരുന്നത് 4x പ്ലസ് 4y ഇതും ആക്ച്വലി ആര് തന്നെയാണ് 4x പ്ലസ് 4y തന്നെ അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ബോത്ത് ആർ സെയിം സോ വി ക്യാൻ സേ ദാറ്റ് ദെർഫോർ നമുക്ക് എന്ത് പറയാൻ പറ്റും ഡോ എം ഡിവൈഡഡ് ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു ഡോ എൻ ഡിവൈഡഡ് ബൈ ഡോ എക്സ് ആയിരിക്കും ഓക്കെ ഇവിടെ നമുക്ക് പറയാൻ പറ്റും ഡോ എം ഡിവൈഡഡ് ബൈ ഡോ വൈ ഡോ എം ഡിവൈഡഡ് ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു ഡോ എൻ ഡിവൈഡഡ് ബൈ ഡോ എക്സ് ആണ് so we can say that the given equation therefore given equation is exact given differential equation is exact തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആരാണ് എക്സാക്റ്റ് ആണ് സോ എക്സാക്റ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയതുകൊണ്ട് തന്നെ എക്സാക്റ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ മെത്തേഡിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സോൾവ് ചെയ്യാം എക്സാക്റ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ മെത്തേഡ് എന്താ സോൾവ് ചെയ്യാൻ ഇൻ്റഗ്രൽ ഓഫ് എം ടി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ ഓഫ് ടേംസ് ഇൻ എൻ നോട്ട് ഇൻവോൾവിങ് എക്സ് എക്സ് ഉൾപ്പെടാത്ത എന്നിലുള്ള ടേംസ് ഓക്കെ അപ്പോൾ നമുക്കൊന്ന് പോയേക്കാം എക്സാക്റ്റ് ആണ് സോ സൊല്യൂഷനിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെ എം ഇവിടെ ഉണ്ട് എന്നിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മതി ടേംസ് ഇൻ എൻ നോട്ട് ഇൻവോൾവിങ് എക്സ് സി ഹിയോ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട് 4xyയിൽ എക്സ് ഉൾക്കൊള്ളുന്നുണ്ട് 2x സ്ക്വയറിലും എക്സ് ഉൾക്കൊള്ളുന്നുണ്ട് അപ്പോൾ ആ രണ്ട് ടേമിനെയും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല ഇക്വേഷനിലേക്ക് കൊണ്ടുവരുമ്പോൾ എക്സ് വരാത്ത ടേം ആര് മാത്രമേ ഉള്ളൂ 1 എന്ന് പറയുന്ന പാർട്ട് മാത്രമേ ഉള്ളൂ അപ്പോൾ അതിനെ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ അവിടെ ഉൾപ്പെടുത്തുകയുള്ളൂ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ ഫോർമുലയിലേക്ക് പോകുമ്പോൾ നമുക്ക് പറയാൻ പറ്റും therefore solution is സൊല്യൂഷനെ കുറിച്ച് നമുക്ക് എന്ത് പറയാൻ പറ്റും ദ സൊല്യൂഷൻ ഈസ് ഇൻ്റഗ്രൽ എം ടി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ ഓഫ് ടേംസ് ഇൻ എൻ നോട്ട് ഇൻവോൾവിങ് എക്സ് ദറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് എക്സ് ഇൻവോൾവ് ചെയ്യാത്ത എന്നിലെ ടേംസ് നോട്ട് ഇൻവോൾവിങ് എക്സ് dy is equal to c. So be conscious about this content, the terms in n not involving x. And so integral of m, we can move to the value of 1 plus 4xy plus 2y square. So we can say that 1 plus 4xy plus 2y square dx plus integral of ടേംസ് ഇൻ എൻ നോട്ട് ഇൻവോൾവിങ് എക്സ് ഇൻവോൾവ് ചെയ്യാത്ത ടേം ആര് മാത്രമേ ഉള്ളൂ 1 മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ 1നെ മാത്രം എടുക്കാം ദാറ്റ് ഇസ് ഈക്വൽ ടു 1 dy ഇസ് ഈക്വൽ ടു c ഓക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്തേക്കാം ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് വിത്ത് റെസ്പെക്ട് ടു എക്സിലാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് അല്ലേ വിത്ത് റെസ്പെക്ട് ടു എക്സിലാണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് ഈ പാർട്ടിൽ വിത്ത് റെസ്പെക്ട് ടു വൈയിലുമാണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ഇൻ്റഗ്രൽ ഓഫ് 1 ദാറ്റ് ഇസ് എക്സ് പ്ലസ് 4 into ആരായിരുന്നു 4y ഈസ് കോൺസ്റ്റൻറ്റ് ഹിയർ സോ എക്സ് സ്ക്വയർ ബൈ 2 ഓക്കെ പ്ലസ് 2xy സ്ക്വയർ ഓർ 2xy സ്ക്വയർ പ്ലസ് ഇൻറ്റഗ്രൽ ഓഫ് 1 dy that is just y equal to c okay we can cancel this 2 and 4 therefore we have 2yx square so we can write this as 2
ഓക്കെ, ഒരു ഭംഗിക്ക് വേണ്ടി ഹയർ കോൺസെപ്റ്റുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആദ്യം എഴുതാം. 2x² പ്ലസ് 2xy². ഓക്കെ, ഇനി റിമൈൻഡ് ചെയ്യുന്ന ആളുകൾ ആരാ, എക്സും വൈയും. എക്സ് പ്ലസ് y ഈക്വൽ ടു ആരായിരിക്കും, സി. ഓക്കെ, now we found this is the actually general solution for our equation. Okay, therefore this is the solution of given equation or given exact equation. Okay, അപ്പോൾ ഞാൻ ഒന്നുകൂടെ നിങ്ങളെ ഫസ്റ്റ് ടേമിലേക്ക് ഞാൻ കൊണ്ടുപോവാണ്. നമ്മളിവിടെ പറഞ്ഞെന്തായിരുന്നു, ഡിഫറൻഷ്യൽ ഇക്വേഷൻ, എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ കാണുന്നൊരു മെത്തേഡാണ് നമ്മൾ പറഞ്ഞ്. എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ കാണുന്ന മെത്തേഡിൽ നമ്മൾ പറയുന്നത് എന്താ, m(x(y) dx പ്ലസ് n(x(y) dy വരുന്നൊരു ഇക്വേഷൻ എക്സാക്റ്റ് ആവുകയാണെങ്കിൽ u(x(y) എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ അവിടെ എക്സിസ്റ്റ് ചെയ്യും, സച്ച് ദാറ്റ് du ഈക്വൽ ടു m dx പ്ലസ് n dy ആയിരിക്കും. സോ ബൈ ദ കോൺസെപ്റ്റ് ഓഫ് ദി ടോട്ടൽ ഡെറിവേറ്റീവിൻ്റെ കോൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ഡി യുയെ കുറിച്ച് നമുക്ക് എന്ത് പറയാൻ പറ്റും, (u/(x) dx പ്ലസ് (u/(y) dy എന്ന് പറയാൻ പറ്റും. സോ ബൈ കമ്പയറിങ് ഇക്വേഷൻ 2 and 3 നമുക്ക് പറയാൻ പറ്റും m എന്ന് പറയുന്ന ആരാ, (u/(x), n എന്ന് പറയുന്ന ആരാ, (u/(y). ഓക്കെ, അപ്പോൾ നമ്മൾ ആ കോൺസെപ്റ്റിനകത്ത് നിന്ന് (m/(y) കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ (u ഡിവൈഡഡ് ബൈ (x) (y) ആയിരിക്കും. (n/(x) കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ (2u ഡിവൈഡ് ബൈ (x) (y) ആയിരിക്കും. സോ ഈ രണ്ട് പാർട്ടും കണ്ടിന്യൂസ് ഫംഗ്ഷൻസിൻ്റെ കേസിൽ ഈക്വൽ ആണ്. സോ (m/(y) ഈക്വൽ ടു (n/(x) ആവുന്ന സമയത്ത് ദിസ് കണ്ടീഷൻ ഈസ് necessary and sufficient condition to be our equation 1 is exact. our equation 1 exact ആവാനുള്ള necessary and sufficient condition ആണ് ആര്, (m/(y) is equal to (n/(x) ആണ്. ഇക്വേഷൻ എക്സാക്റ്റ് ആയി കഴിഞ്ഞാൽ, എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയി കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും സൊല്യൂഷൻ വിൽ ബി integral of m dx പ്ലസ് the terms in n not involving x. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺസെപ്റ്റാണ് ടേംസ് ഇൻ എൻ നോട്ട് ഇൻവോൾവിങ് എക്സ് ഉൾപ്പെടാത്ത ടേംസ് മാത്രമുള്ള n ഇൻറ്റു dy ഇസ് ഈക്വൽ ടു സി. അപ്പോൾ നമുക്ക് ഏത് ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാലും m ഏതാണ് n ഏതാണെന്ന് നമ്മൾ എന്ത് ചെയ്യും, കാറ്റഗറൈസ് ചെയ്യും. അത് കാറ്റഗറൈസ് ചെയ്ത ഉടനെ നമ്മൾ എന്ത് ചെയ്യും, (m/(y)യും (n/(x)ഉം കാൽക്കുലേറ്റ് ചെയ്യും. ഈക്വൽ ആണെങ്കിൽ എക്സാക്റ്റ് ആണ്, ഇക്വേഷൻ നമ്മൾ അപ്ലൈ ചെയ്യും, സൊല്യൂഷനിലേക്ക് നമ്മളെത്തും. ഫൈനലി മാനിപ്പുലേറ്റ് ചെയ്ത് സൊല്യൂഷൻ എന്ത് ചെയ്യും, കുറച്ചും കൂടി ഒരു ഫെയർ ആയുള്ള രീതിയിലേക്ക് നമ്മൾ മാറ്റി എഴുതിയിട്ട് നമ്മൾ പറയും ദാറ്റ് ഈസ് ദ സൊല്യൂഷൻ ഓഫ് ഇക്വേഷൻ 1 എന്ന് നമ്മൾ പറഞ്ഞു നിർത്തും. ഓക്കെ, ദിസ് ഈസ് ദ മെത്തേഡ്. ഇതാണ് എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യേണ്ട ഒരു മെത്തേഡ്. അപ്പോൾ ഈ ഒരു പാർട്ടിൽ നമുക്ക് കുറച്ചും കൂടി ഫെയർ ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്. ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ടുകൾ അടുത്ത സെഷനുകളിലുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം. വളരെ ഫെയർ ആയിട്ടുള്ള ഒരുപാട് അപ്ലൈഡ് മാത്തമാറ്റിക്സിൽ ഉപയോഗിക്കുന്നൊരു പാർട്ട് കൂടിയാണ് ആര്, ഇതിനകത്ത് വരുന്ന എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. മാത്രമല്ല ഡിഫറൻഷ്യൽ ഇക്വേഷനകത്ത് തന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോൺസെപ്റ്റുകളിലൊന്നാണ് ദ കോൺസെപ്റ്റ് ഓഫ് എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. സോ യു മേ കണ്ടിന്യൂ വാച്ചിങ് ദ വീഡിയോ. താങ്ക് യു ഓൾ. താങ്ക് യു വെരി മച്ച്.